നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഇതിൽ ആദ്യമായി വരുന്നത് ലോജിക്കൽ ആൻഡ്, ഇതുപോലെ ആൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആംബേഴ്സൻഡ് രണ്ട് സൈൻ ഉപയോഗിക്കാം. നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ നമുക്ക് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ആദ്യമായി ഇവിടെ നമുക്ക് എ ഈസ് ഈക്വൽ ടു 50, അതുപോലെ ബി ഈസ് ഈക്വൽ ടു 10 എന്നുണ്ട്. സോ നമുക്ക് ഈ രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ എ 50 ആണോ ബി 10 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. സോ ഞാൻ ആദ്യമായി എ ഈക്വൽ ടു 50 ആൻഡ് എന്ന് പറയുന്ന ഈ കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം ബി ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ റിസൾട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ സേവ് ചെയ്ത ശേഷം നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂളിയൻ ട്രൂ എന്ന് ലഭിക്കുന്നു. കാരണം എ എന്ന് പറയുന്നത് 50 ആണ്, അതുപോലെ ബി എന്ന് പറയുന്നത് 10 ആണ്. സോ ഞാൻ എ എന്ന് പറയുന്നത് 500 കൊടുത്ത് സേവ് ചെയ്ത് നമ്മൾ ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു. കാരണം നമ്മൾ കൊടുത്ത കണ്ടീഷനിൽ ഒന്ന് ഫാൾസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാൾസ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ഈ ആൻഡിന് പകരം രണ്ട് ആംബേഴ്സൻഡ് സൈനും ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെ ലഭിക്കുന്നു. സോ ഞാനിവിടെ ഇനി 550 ആക്കി കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ട്രൂ ലഭിക്കുന്നു. നമ്മൾ ലോജിക്കൽ ആൻഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏതെങ്കിലും നമ്മൾ കൊടുക്കുന്ന രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന ഒരു റിസൾട്ട് തരുന്നു. സോ അടുത്ത് വരുന്നത് ലോജിക്കൽ ഓർ ആണ്. നമുക്ക് ഓർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് വെർട്ടിക്കൽ ബാർ കൊടുക്കാം. സോ ഇത് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ ഇതിന് പകരമായി രണ്ട് വെർട്ടിക്കൽ ബാർ കൊടുക്കുന്നു ഇതുപോലെ. സോ നമുക്ക് എ ഈസ് ഈക്വൽ ടു 50, അതുപോലെ ബി ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണ്. സോ ഇതിൽ കൊടുത്ത എ ഈസ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്. സോ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരണം. സോ നമുക്ക് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. അതുപോലെ ഈ വെർട്ടിക്കൽ ബാറിന് പകരമായി നമുക്ക് ഓറും കൊടുക്കാം. ഓർ എന്നതുപോലെ കീവേഡ് കൊടുക്കാൻ സാധിക്കും. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. എയുടെ വാല്യൂ ഞാൻ തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ 500, സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ നമ്മൾ ഇതിൽ കൊടുത്ത രണ്ട് കണ്ടീഷനും ഫാൾസ് ആകുമ്പോൾ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. നമ്മൾ കൊടുത്ത ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. അടുത്തത് വരുന്നത് ലോജിക്കൽ നോട്ടാണ്. ഇതുപോലെ ഒരു എക്സ്ക്ലമേഷൻ സൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ടാണ് തരുന്നത്. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. ഫാൾസ് ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഉദാഹരണമായി ഞാനിവിടെ എ ഈക്വൽ ടു 50 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ എ ഈക്വൽ ടു 50 ആണെങ്കിൽ നമുക്ക് ഇവിടെ ട്രൂ എന്ന് പറയുന്ന റിസൾട്ടാണ് സാധാരണ ലഭിക്കുക. സോ അതിന് മുമ്പായി ഞാൻ ഈ നോട്ട് എന്ന് പറയുന്ന ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ കൊടുക്കുന്നു. സോ ഇതുപോലെ നോട്ട് ഓപ്പറേറ്റർ കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നോട്ട് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് ലഭിക്കുക. സോ നമ്മൾ എ ഈസ് ഈക്വൽ ടു 50 ആണ്. സോ എ ഈസ് ഈക്വൽ ടു 50 ആണെന്ന് ചെക്ക് ചെയ്ത് അതിന് മുമ്പ് നമ്മൾ ഈ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു. ഇനി നമുക്കിത് തെറ്റായി കൊടുക്കാം. നമ്മൾ 60 എന്ന് കൊടുക്കുന്നു. നമ്മളിവിടെ നോട്ട് ഓപ്പറേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ട്രൂ ആയി ലഭിക്കുന്നു. സോ ഇവയാണ് പ്രധാനപ്പെട്ട 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, അതുപോലെ ലോജിക്കൽ നോട്ട്.